ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും വളർത്തുനായ്ക്കൾ കർഷകനെ രക്ഷിച്ചു. തിരുമേനി പരുത്തിക്കലിലെ കൊച്ചുപറമ്പിൽ മാത്യുവിനെയാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വളർത്തുനായ്ക്കൾ രക്ഷിച്ചത്. രാവിലെ 7 മണിയോടെ തന്റെ തോട്ടത്തിൽ റബ്ബർ പാലെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂറ്റൻ കാട്ടുപന്നി വലിയ ശബ്ദമുണ്ടാക്കി മാത്യുവിന്റെ നേരെ പാഞ്ഞു വന്നത്. ഇത് കണ്ട വളർത്തുനായ്ക്കൾ പന്നിയുടെ മേൽ ചാടി വീഴുകയായിരുന്നു. ഇതിൽ വലിയ നായയെ കാട്ടുപന്നി തട്ടി ദൂരേക്ക് തെറിപ്പിച്ചു. ചെറിയ നായയെ കടിച്ചു കുടഞ്ഞ് നിലത്തടിച്ചു. ഇതിന്റെ കാലുകൾ രണ്ടും ഒടിഞ്ഞു. ശരീരത്ത് കാട്ടുപന്നി കടിച്ച മുറിവുകൾ വേറെയും. മാത്യുവും കുടുംബവും ഇതിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. കാട്ടുപന്നിയും കുരങ്ങും കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കർഷകർ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണെന്നും മാത്യു പറഞ്ഞു. തേങ്ങകൾ മുഴുവൻ കുരങ്ങുകൾ നശിപ്പിക്കുമ്പോൾ കമുക്, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ കാട്ടുപന്നികളും തിന്നു തീർക്കുന്നു. 100 കണക്കിന് വാഴകളും നശിപ്പിച്ചു. കാട്ടുപന്നികളെ പേടിച്ച് തൻ്റെ പറമ്പിൽ 10 ചുവട് കപ്പ നടാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് മാത്യു സങ്കടപ്പെടുന്നു. മലയോരത്ത് മാത്യുവിനെ പോലെ 100 കണക്കിന് കർഷകരാണ് വന്യമൃഗങ്ങളെ പേടിച്ച് കൃഷി ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നത്. പാലെടുക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് പന്നി ആടുന്ന മുന്നിലേക്ക്. രാവിലെ ഒരു 7 മണിയായി കാണും. പറമ്പിൽ പാലെടുക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ പന്നി മൊക്കറയുടെ നൊച്ച കിട്ടും. അപ്പോൾ ഉടനെ പട്ടി പുറകെ ഉണ്ടായിരുന്നു. എപ്പം വന്ന് നമ്മളെവിടെ പോയാലും പട്ടി കൂടുത്തി വരും ഏത് സമയത്തും. അപ്പോൾ ഇത് കൂടുത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളെ വിട്ട് അങ്ങോട്ടും പോകില്ല. നമ്മൾ തിരിച്ചു വരണമെങ്കിൽ കുറച്ച് എന്ന് അങ്ങോട്ട് കയറുന്ന പാടെ പന്നി വന്ന പാടെ വില്ലുവെട്ടി എന്നിട്ട് വില്ലുവെട്ടി കയറി പിടിച്ചു. പന്നീനെ പിടിച്ചപ്പോഴത്തേനും ഈ കുഞ്ഞ് പുറകെ വന്നു. കുഞ്ഞിനെ എടുത്ത് കടിച്ചു പിടിച്ചിട്ട് കുടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാലും കൈ ഒടിഞ്ഞു. ഞാൻ ഒരു 10-15 മിനിറ്റോളം ഈ പന്നിയും പട്ടിയായിട്ട് പിടിച്ചു. എന്നിട്ട് ലാസ്റ്റ് പട്ടീനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇത് വിടുന്നില്ല. നിലത്തിട്ട് അലക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇത് വീണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് എൻ്റെ നേരെ വന്നു ഇങ്ങോട്ട് എൻ്റെ മുഖത്തേക്ക് എത്തിക്കുന്നു. ഞാൻ ചാടി ഒരു മരത്തേക്ക് ഒരു പിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നേരെ കുത്തി കൊല്ലു തന്നെ. ആ രീതിയിലുള്ള വരവാ. അത് ചെറുതൊന്നുമല്ല, ഏറ്റവും ചെറിയ 2 കിണ്ടൽ കൊട്ട് എന്നൊരു ഈ പൊക്കമുണ്ട് സാധനം. തേറ്റായൊക്കെ ഈ നീളമുണ്ട്. ഇത് പന്നി പലതും നമ്മൾ ഈ പ്രദേശത്ത് കാണലുണ്ട് സ്ഥിരം. പക്ഷേ ഇതുപോലൊരു പന്നിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. പട്ടിക്ക് ശരിക്കും പരിക്ക് പറ്റി. വലിയ പട്ടി പേടിക്കുകയും ചെയ്തു. അത് പേടിച്ചിട്ട് മുമ്പ് അടുത്തെടുക്കുന്നില്ല. തൂങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ? എന്നെ വെച്ച് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. മരുന്ന് കഴിഞ്ഞ ആശുപത്രി കൊണ്ടുപോകോ എന്തെങ്കിലും ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ള ഇതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷകന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്ന് പറഞ്ഞാൽ ഒരു കുറുമ്പ് കൃഷിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ തൊട്ടപ്പുറത്തിൻ്റെ പറമ്പുണ്ട്. ആ പറമ്പിലെ വാഴ ഇന്നലെ രാത്രി വന്നിട്ട് കുത്തി പറിച്ച്, കൊലയുള്ള വാഴയാണ്, കുത്തി പിടിച്ചിട്ടിട്ട് കായ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കൊലയിലെ കംപ്ലീറ്റ് കായം തിന്നിച്ചു പോയി. നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ട് മുകൾ വശമായിട്ട് ഒരു 5-8 വീട്ടുകാരോളം താമസിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാവരും സ്ഥലം ഇട്ടിച്ചു പോകുകയത്. 10 സെൻറ്റ് മേടിച്ച് എല്ലാവരും ടൗൺ ഏരിയയിലേക്ക് പെരേ സ്ഥലവും ഇവിടുത്തെ ഒഴിവാക്കിയിട്ട് ടൗണിൽ പോയി 10 സെൻറ്റ് മേടിച്ച് താമസിക്കുക. ഒരു കൃഷിയോ കാര്യങ്ങളോ ചെയ്തിട്ട് കിട്ടുന്നില്ല. അടയ്ക്ക കിട്ടുന്നില്ല, തേങ്ങ കിട്ടുന്നില്ല. കപ്പയോ ഇഞ്ചിയോ ചേനയോ ചേമ്പോ വാഴയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു. എല്ലാവരും നാട് വിട്ടു. എല്ലാവരും 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് നാട്ടിലേക്ക് മാറി. അപ്പം നമ്മൾ ഇവിടെ മുകളിലായിട്ട് ഇപ്പം താമസിക്കുന്നു. അങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് മാറാനുള്ള സാഹചര്യം കുറവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണ്. എന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ നിൽക്കണ്ടേ? ഒരു മനുഷ്യൻ നിൽക്കില്ല. പേടിച്ചിട്ട് കർഷകരെ ജീവിക്കാൻ മാർഗ്ഗമില്ല. എണ്ണ എടുത്തിട്ട് ജീവിക്കണം. ഒരു സാധനം കുഴിച്ച് വെച്ചാൽ പന്നി തരുന്നില്ല. പന്നിയും കുരങ്ങാണെങ്കിൽ അത് തേങ്ങ ആവുന്നതാണെന്ന് മുഴുവൻ വെച്ചിങ്ങ പറിച്ച് ദൂരക്കളയാണ്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.